നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ എപ്പോഴും ചോദിക്കുന്നു എന്നാൽ എക്സാമിന് നമ്മൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ടതുമായുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ബാക്കി ടോപ്പിക്കുകളെല്ലാം വരുന്നത്. നമുക്കൊരു ബേസിക് ആയുള്ള ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ നോക്കിയിരിക്കണം. ഏതാണ് ഈ ടോപ്പിക്ക്? ഇതാണ് OSI മോഡൽ. OSI മോഡൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ എന്നാണ് വിളിക്കുക. ഇത് ആക്ച്വലി ഒരു റെഫറൻസ് മോഡലാണ്. റെഫറൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സിസ്റ്റത്തിൽ നമ്മുടെ നെറ്റ്വർക്കിംഗ് ബേസിക് ആയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു റെഫറൻസ് മോഡൽ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ റിസീവറിൻ്റെ സൈഡിൽ എത്തണം അല്ലേ. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒരു ഇൻ്റർ കണക്ഷൻ സിസ്റ്റത്തിലൂടെയാണ്, ഈ ഒരു മോഡലിലൂടെയാണ് നടക്കുന്നത്. ഇതിന് വന്ന വേരിയേഷൻസ് ആണ് ബാക്കി വന്ന മോഡൽസൊക്കെ. അപ്പോൾ ഇതിൽ ഒരു ഫിസിക്കൽ മീഡിയത്തിലൂടെ ഡാറ്റ എന്ത് ചെയ്യണം, നമ്മുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൊബൈലാണെന്നുണ്ടെങ്കിൽ അതിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലൂടെയാണല്ലോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുവഴി അതെന്ത് ചെയ്യണം, ഒരു ഫിസിക്കൽ മീഡിയത്തിലൂടെ എന്ന് വെച്ചാൽ ഈ എയറിലൂടെയൊക്കെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് മറ്റൊരാളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഈ ഒരു ഡാറ്റ എത്തുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർ കണക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒരു റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. OSI ഒരു ബേസിക് മോഡലാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് 7 ലെയേഴ്സ് ആണുള്ളത്. ഓരോ ലെയേഴ്സിനും അതിൻ്റേതായ ഫംഗ്ഷൻസ് ഉണ്ട്. എക്സാമിന് ചോദിക്കുക, ഓരോ ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് essay ആയിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെയർ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടും ചോദിക്കാറുണ്ട് ഷോർട്ട് essay ഒക്കെ ആയിട്ട്. OSI മോഡൽ ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ISO എന്ന് പറഞ്ഞുള്ള ഓർഗനൈസേഷനാണ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. 1984 ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത്. പിന്നെ അതിന് വന്ന മാറ്റങ്ങളാണ് പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു 7 ലെയർ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ അയക്കുന്നത്, അതിനെ എന്ത് ചെയ്യണം, റിസീവർ സൈഡിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇത് മൊത്തം ടാസ്കിനെ 7 സ്മോളർ മാനേജബിൾ ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ലെയറിനും ഓരോ ടാസ്കുകളുണ്ട്. സോ ഓരോ ലെയറിനെയും നമ്മൾ വിളിക്കുക സെൽഫ് കണ്ടെയ്ൻഡ് എന്നാണ്. കാരണം ടാസ്ക് അസൈൻ ടു ഈച്ച് ലെയർ ക്യാൻ ബി പെർഫോംഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഓരോന്നിനും അതിന് അസൈൻ ചെയ്ത ടാസ്കുകൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 7 ലെയേഴ്സിൻ്റെ പേര് നമുക്ക് നോക്കാം. ഏറ്റവും താഴെ കിടക്കുന്ന ലെയറാണ് ഫിസിക്കൽ ലെയർ. അതിന് മുകളിൽ ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, 4ാമത്തെ ലെയർ ട്രാൻസ്പോർട്ട് ലെയർ, 5 സെഷൻ ലെയർ, ദെൻ പ്രസൻറ്റേഷൻ ലെയർ, അപ്ലിക്കേഷൻ ലെയർ. ഇത്രയും ലെയേഴ്സാണ് ഉള്ളത്. അപ്പോൾ പേര് ഓർത്ത് വയ്ക്കുക, ഫിസിക്കൽ ലെയർ, പിന്നെന്താണ് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ അല്ലേ, ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ദെൻ ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ. ഇത്രയാണ് ലെയേഴ്സ്. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. 7 ലെയേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ. ഇത്രയാണ് ഉള്ളത്. ഓർത്ത് വയ്ക്കാനുള്ളൊരു കാര്യം കൂടെ പറയാം. അപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. അതിലൂടെ ഡാറ്റ ഇങ്ങനെ കയറി വന്ന് എന്ത് ചെയ്യണം, 1s 0s ഒക്കെ ആയി മാറി ഫിസിക്കൽ ലെയറിലൂടെ എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പം നമുക്കൊരു കാര്യം പറയാൻ പറ്റും, OSI മോഡലിന് 2 ലെയറാക്കി പറയാം. 7 ലെയേഴ്സ് അല്ലേ, 7 ലെയറുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതിനെ നമുക്ക് മെയിനായിട്ടൊരു 2 ലെയറാക്കി ഡിവൈഡ് ചെയ്യാം. അപ്പർ ലെയറും ലോവർ ലെയറും. അപ്പർ എന്ന് പറയുന്നത് അപ്ലിക്കേഷനും അതുപോലെ തന്നെ മുകളിലുള്ളത് ഏതൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്റ്റ് ആണ് അല്ലേ, ഹോസ്റ്റ് ചെയ്യുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തൊട്ടിട്ട് നമ്മൾ ലോഗിൻ ഒക്കെ ചെയ്യുന്നത് അല്ലേ, സെഷൻ എന്നൊക്കെ പറഞ്ഞാൽ ലോഗിൻ എന്നൊക്കെ ആലോചിച്ച് വയ്ക്കാം. അപ്ലിക്കേഷൻ, പ്രസൻറ്റേഷൻ, സെഷൻ ആൻഡ് ട്രാൻസ്പോർട്ടാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ലെയർ എന്ന് പറയുന്നത്. ലോവർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ, അതായത് ആ ഡാറ്റേനെ ഡിവൈഡ് ചെയ്യലും ബൈനറി ആക്കലും കാര്യങ്ങളൊക്കെയാണ്. അതിൽ വരുന്നത് നെറ്റ്വർക്കും ഡാറ്റ ലിങ്കും ഫിസിക്കൽ ലെയറും ആണ്. ഇനി ഇങ്ങനെയാണ് ഒരു OSI ലെയറിൻ്റെ ടോട്ടൽ ഒരു കണക്ഷൻ വരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആകുമ്പോൾ. ഇത് സെൻറ്റർ സൈഡാണ്, അതായത് ഒരു സൈഡ് സെൻറ്റർ സൈഡും ഇപ്പുറത്തെ സൈഡ് എന്താണ്, റിസീവർ സൈഡുമാണ്. 2 സൈഡിലും ഈ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, 7 ലെയേഴ്സ് ഉണ്ട്.
അപ്പോൾ നോക്കൂ, ഈ ആപ്ലിക്കേഷൻ ലെയറിലൂടെ, അതായത് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴിയല്ലേ ഇപ്പോൾ വാട്സപ്പ് വഴി അയക്കുന്നത്, ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പ്രസൻറ്റേഷൻ ലെയറിൽ കയറി സെഷൻ ലെയറിലെത്തി, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ ലെയറിലെത്തിയതിന് ശേഷം എന്ത് ചെയ്യാണ്, ചിലപ്പോൾ ഒന്നോ അതിലധികമോ നോഡ്സിലൂടെയൊക്കെ പോയി നമ്മുടെ റിസീവറിൻ്റെ സൈഡിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പോവുകയാണ് അല്ലേ. ആ വന്ന 1ഉം 0നും എന്താക്കി മാറ്റണം, അവരുടെ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് എത്തിക്കണം. ക്ലിയർ ആയോ? സോ ഇങ്ങനെയാണ് ഈ ഒരു OSI ലെയർ വർക്കാവുന്നത്. ഇനി ഓരോ ലെയറിൻ്റെയും ഫങ്ഷൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ലെയർ ഫിസിക്കൽ ലെയർ ആണ്. ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് എ ബിറ്റ് സ്ട്രീം ഓവർ ഫിസിക്കൽ മീഡിയം. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 1 0 1 1 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ബൈനറി ആയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിറ്റുകളെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ ലെയറുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ എഴുതി വെക്കേണ്ടത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർഫേസ് ആൻഡ് മീഡിയ ആണ്. അതായത് ഫിസിക്കൽ ലെയർ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇൻ്റർഫേസ് ആണ്, ഡിവൈസും അല്ലേ, ഓരോ ഡിവൈസുകൾ തമ്മിലും അതുപോലെ തന്നെ മീഡിയവും തമ്മിൽ നോക്കിയാൽ മനസ്സിലാതാണ് ഫിസിക്കൽ ലെയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഇൻ്റർഫേസുകളുണ്ട്, ഒരു മീഡിയമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം വരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ഫിസിക്കൽ ലെയറിനുണ്ട്. ദെൻ ഓൾറെഡി പറഞ്ഞു, ബിറ്റ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ട്രീം ഓഫ് ബിറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, എൻകോഡ് ചെയ്ത് മാറ്റണം അല്ലേ. അപ്പോൾ ഏത് എൻകോഡിംഗ് ആണ് എന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഫിസിക്കൽ ലെയറിലാണ്. ദെൻ സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് സിഗ്നലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇൻഫോർമേഷൻ സിഗ്നലാക്കി മാറ്റണം അല്ലേ. ദെൻ ഡാറ്റ റേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ റേറ്റ്, എത്ര ബിറ്റാണ് നമ്മൾ ഒരു സെക്കൻഡിൽ സെൻഡ് ചെയ്യേണ്ടത്, അതിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു സെക്കൻഡിൽ നമ്മൾ എത്ര ബിറ്റ് സെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്, ഫിസിക്കൽ ലെയറിലാണ്. ദെൻ സിങ്ക്രണൈസേഷൻ ഓഫ് ബിറ്റ്സ്. സിങ്ക്രണൈസേഷൻ പറഞ്ഞാൽ സെൻറ്ററിനും റിസീവറും സിങ്ക്രണൈസ് ആയിരിക്കണം, ഒരേ ക്ലോക്ക് ലെവലിലായിരിക്കണം അല്ലേ. അല്ലെങ്കിൽ അപ്പോൾ 1 എന്ന് അയച്ചു കഴിഞ്ഞാൽ ആ 1 തന്നെ ഇവിടെ കിട്ടണം അല്ലേ. 1 0 ആണ് അയച്ചതെങ്കിൽ 0 1 എന്ന് കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ എന്ത് വേണം, അത് സിങ്ക്രണൈസ് ചെയ്തിട്ട് എത്തണം. ആദ്യം എത്തേണ്ട ആൾ ആദ്യം തന്നെ എത്തണം, അല്ലെങ്കിൽ എന്തായിരിക്കും, എറർ ആയിരിക്കും വരുന്നത്. ദെൻ ലൈൻ കോൺഫിഗറേഷൻ ആണ് അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അതായത് പോയിന്റ് ടു പോയിന്റ് കോൺഫിഗറേഷൻ ആകുമ്പോൾ 2 ഡിവൈസ് കണക്ട് ചെയ്യുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ലിങ്കിലൂടെയാണ്. നേരെ മറിച്ച് നമ്മുടെ മൾട്ടി പോയിന്റ് കോൺഫിഗറേഷൻ ആകുമ്പോൾ ലിങ്കാണ്, ഒരു ഡിവൈസുകൾ തമ്മിലുള്ള ഒരു ലിങ്കാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്ന ആ ലിങ്ക് വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ലൈൻ കോൺഫിഗർ ചെയ്യാന്നുള്ള ഫംഗ്ഷനും ഫിസിക്കൽ ലെയറിനുണ്ട്. ദെൻ ഫിസിക്കൽ ടോപ്പോളജി ഡിഫൈൻ ചെയ്യുന്നത് എത്ര ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു നെറ്റ്വർക്കിൽ. അത് പല രീതിയിലായിരിക്കുമല്ലോ ടോപ്പോളജി വരുന്നത്. മെഷ്, ബസ്, സ്റ്റാർ, റിങ് എന്ന് പറഞ്ഞ പല ടോപ്പോളജി ഉണ്ട്. ഇതിൽ ഏത് ടോപ്പോളജിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയും. ഫിസിക്കൽ ലെയർ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഫംഗ്ഷനാണ് ട്രാൻസ്മിഷൻ മോഡ്. അതായത് എങ്ങനെയാണ്, സിംപ്ലെക്സ് ആണോ, ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ, ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് മാത്രമാണോ അതോ ഇങ്ങോട്ടും ഉണ്ടോ, അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സും സിംപ്ലെക്സ് എന്നൊക്കെ പറഞ്ഞാൽ. 1 സൈഡാണോ അതോ 2 സൈഡിലേക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫിസിക്കൽ ലെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ബിറ്റ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഫിസിക്കൽ മീഡിയത്തിലൂടെ ബിറ്റ് സ്ട്രീം ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർഫേസ് ആൻഡ് മീഡിയ, റെപ്രസെൻറ്റേഷൻ ഓഫ് ബിറ്റ്സ്, സിഗ്നൽസ്, ഡാറ്റ റേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ റേറ്റ്. ഡാറ്റ റേറ്റ് എന്തായിരുന്നു, നമ്പർ ഓഫ് ബിറ്റ്സ് സെൻഡ് ഈച്ച് സെക്കൻഡ്. സിങ്ക്രണൈസേഷൻ ഓഫ് ബിറ്റ്സ് അല്ലേ, ഒരേ സമയം വേണം. 1 0 1 അയച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ 1 എത്തിയതിന് ശേഷമാണ് അടുത്ത 0 എത്താൻ പാടുള്ളൂ. ദെൻ ലൈൻ കോൺഫിഗർ ചെയ്യുക, ഫിസിക്കൽ ടോപ്പോളജി, ലാസ്റ്റ് 1 എന്താണ്, ട്രാൻസ്മിഷൻ മോഡ്. ഇനി രണ്ടാമത്തെ ലെയറിൻ്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം, ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റിംഗ് ഫ്രെയിംസ് ഫ്രം 1 നോഡ് ടു നെക്സ്റ്റ് നോഡ്. ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ആണ്. ഇപ്പോൾ 8 ബിറ്റിന് നമ്മളൊരു ഫ്രെയിമായിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ബിറ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്, ഫ്രെയിമാണ്. സോ അതാണ് ഫ്രെയിമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മൊത്തം സ്ട്രീം നമ്മൾ വന്ന മെസ്സേജിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പീസസ് ആക്കി ഡിവൈഡ് ചെയ്യും. മൊത്തം എൻ്റയർ മെസ്സേജിനെ എന്താക്കി മാറ്റി, കുറച്ച് ഫ്രെയിംസ് ആക്കി മാറ്റി. ആ ഫ്രെയിംസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്, ബിറ്റ്സ് ആയിട്ട് മാറുന്നത്. ദെൻ ഫിസിക്കൽ അഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പല സിസ്റ്റത്തിലൂടെയാണെന്ന് പറഞ്ഞു അല്ലേ. ഫ്രെയിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നെറ്റ്വർക്കിലൂടെയും ഡാറ്റ ലിങ്ക് ലെയറിലൂടെയൊക്കെയാണ്. അപ്പോൾ
ഡാറ്റ ലിങ്ക് ലെയറിലൊക്കെ എന്ത് ചെയ്യും, ഒരു ആഡറും കൂടെ ഫ്രെയിമിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. കാരണം സെൻറ്ററും റിസീവറും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഫിസിക്കൽ അഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കുന്ന ഫ്രെയിം, നമ്മളുടെ ഫ്രെയിമിൻ്റെ കൂടെ ഒരു ഹെഡറായിട്ട് ഒരു സാധനം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കും. അത് അഡ്രസ്സാണ്. സെൻറ്ററിൻ്റെയും റിസീവറിൻ്റെയൊക്കെ അഡ്രസ്സ് മെൻഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ അഡ്രസ്സിങ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഫ്ലോ കൺട്രോൾ ആണ്. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്നത് വളരെ പതുക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യും, ഒരു ഫ്ലോ കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബിറ്റ് വന്ന് അടുത്ത ബിറ്റ് വന്ന് അങ്ങനെ എങ്ങനെയാണ് റിസീവർ ഇത് അബ്സോർബ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ റേറ്റും എങ്ങനെ ഡീൽ ചെയ്യണം, വരുന്നതും സ്വീകരിക്കുന്നതുണ്ടല്ലോ അല്ലേ, സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും തമ്മിൽ അതിൻ്റെ റേറ്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ എറർ കൺട്രോളാണ്. എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളും, ഇപ്പോൾ ഒരു ഫ്രെയിം അയച്ചത് 10110 ആണ്, അപ്പോൾ അതിൽ ആദ്യത്തെ 1 അങ്ങ് മാറി ബാക്കിയൊക്കെ സെയിം വന്നു കഴിഞ്ഞാൽ തന്നെ എന്തായി, അതിൻ്റെ നമ്മൾ അയച്ച സാധനം എല്ലാം അങ്ങോട്ട് എത്തുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന എറേഴ്സിനൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിംസൊക്കെ റിമൂവ് ചെയ്യും. ദെൻ മീഡിയം ആക്സസ് കൺട്രോൾ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിൻ വിച്ച് ഡിവൈസ് ഹാസ് ടു കൺട്രോൾ ഓവർ ദ ലിങ്ക് അറ്റ് എനി ഗിവൺ ഔട്ട് ടൈം. ഏത് ഡിവൈസസിനൊക്കെയാണ് നമ്മൾ ആക്സസ് കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഫങ്ഷൻസ്, ഫ്രെയിമിംഗ് ഉണ്ട്, ദെൻ ഫിസിക്കൽ അഡ്രസ്സിംഗ് ഉണ്ട് അല്ലേ, ദെൻ ഫ്ലോ കൺട്രോൾ ഉണ്ട്, പിന്നെ എന്തായിരുന്നു എറർ കൺട്രോളും മീഡിയം ആക്സസ് കൺട്രോളും. ഇനി മൂന്നാമത്തെ ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാക്കറ്റ്സിനെ, നേരത്തെ പറഞ്ഞത് ഫ്രെയിം ആയിരുന്നു, ഫ്രെയിമിൻ്റെ വലുതാണ് എന്ത്, പാക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് മെസ്സേജിനെ എന്താക്കി, പാക്കറ്റ്സ് ആക്കി, പാക്കറ്റ്സിനെ ഫ്രെയിംസ് ആക്കി, ഫ്രെയിംസിനെ ബിറ്റ്സ് ആക്കി അല്ലേ. സോ പാക്കറ്റ്സിനെ സെൻഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ്, ഡെലിവറി ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് സഹായിക്കുന്നതാണ് നെറ്റ്വർക്ക് ലെയർ. ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ലോജിക്കൽ അഡ്രസ്സിങ്ങും മറ്റൊന്ന് റൗട്ടിങ്ങുമാണ്. അതായത് പാക്കറ്റ് പാസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ബൗണ്ടറിയുടെ അപ്പുറമാണോ ഇപ്പുറമാണോ ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു അഡ്രസ്സിങ് കൊടുക്കണം. സോഴ്സും ഡെസ്റ്റിനേഷനും ഒക്കെ കുറച്ച് ലോജിക്കൽ അഡ്രസ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കാണും. അപ്പോൾ ഈ ഒരു അഡ്രസ്സിങ് ഉപയോഗിച്ചിട്ടാണ് ഏത് ഡിവൈസ്, ഇൻ്റർനെറ്റിലെ ഏത് ഡിവൈസിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. റൗട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അതായത് ഏറ്റവും ഒപ്റ്റിമൽ പാത്ത്, ഏറ്റവും കുറഞ്ഞ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്താൻ പറ്റുന്ന ഷോർട്ടസ്റ്റ് ആയുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതാണ് റൗട്ടിങ്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടെ നോക്കാം, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഫിസിക്കൽ ലെയർ ആകുമ്പോൾ അവിടെ ബിറ്റ്സ് ആണ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഡാറ്റ ലിങ്ക് ലെയർ ആകുമ്പോൾ അവിടെ എന്തായിരുന്നു, ഫ്രെയിംസ് ആയിരുന്നു. നെറ്റ്വർക്ക് ആയപ്പോൾ അവിടെ എന്തായിരുന്നു, പാക്കറ്റ്സ് ആയിരുന്നു. ഇനി അടുത്ത ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ട്രാൻസ്പോർട്ട് ലെയർ? ഇത് പ്രോസസ് ടു പ്രോസസ് ഡെലിവറിയാണ്. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് മൊത്തം മെസ്സേജിൻ്റെ ഡെലിവറിയാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നടക്കുന്നത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി ഓഫ് ദ എൻറ്റയർ മെസ്സേജ് ആണ്. ദെൻ ഇതിനകത്ത് പോർട്ട് അഡ്രസ്സിങ് ഓർ സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ് വരുന്നുണ്ട്. എന്താണത്? അതായത് ഹെഡറിൽ എന്തുണ്ടായിരിക്കും, ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് പോർട്ട് അഡ്രസ്സ് അല്ലെങ്കിൽ സർവീസ് പോയിൻ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ ലെയർ മൊത്തം മെസ്സേജിനെ എന്ത് ചെയ്യും, ആ ഒരു കറക്റ്റ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യും, ദ ലെയർ ഗെറ്റ്സ് ദ എൻ്റയർ മെസ്സേജ് ടു ദ കറക്റ്റ് പ്രോസസ് ഓൺ ദാറ്റ് കമ്പ്യൂട്ടർ. നമ്മുടെ ആ ഒരു പ്രോസസ്സിലേക്കേ വരുന്നത്. അതായത് ട്രാൻസ്പോർട്ട് ലെയർ മെയിനായിട്ട് ചെയ്യുന്നത് പ്രോസസ് ടു പ്രോസസ് ഡെലിവറിയാണ്. മൊത്തം മെസ്സേജിൻ്റെ ട്രാൻസ്മിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോർട്ട് അഡ്രസ്സിങ് അല്ലെങ്കിൽ സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ് ആണ്. അതായത് ഒരു ഹെഡർ ഉണ്ടായിരിക്കും, ആ ഹെഡറിനകത്തൊരു അഡ്രസ്സ് ഉണ്ട്, ആ അഡ്രസ്സിന് പോർട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ ഒരു പോർട്ട് അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലെ പോർട്ട് അല്ല, ഇപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടറിൻ്റെ പോർട്ട് നമ്പറും രണ്ടാമത്തെ കമ്പ്യൂട്ടറിൻ്റെ പോർട്ട് അഡ്രസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് സെഗ്മെൻറ്റേഷൻ റീഅസംബ്ലി ഉണ്ട്. അതായത് മൊത്തം മെസ്സേജിനെ എന്താക്കി മാറ്റും, സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റി ആ സെഗ്മെൻറ്റ്സിനൊക്കെ ഓരോ സീക്വൻസ് ഒക്കെ ഇട്ട് കൊടുക്കും. അതായത് വന്ന മെസ്സേജിനൊക്കെ ഇങ്ങനെ 1 2 3 4 എന്നൊക്കെ പറഞ്ഞു ആദ്യം മൊത്തം മെസ്സേജ് ഇങ്ങനെ 4 പീസാക്കി മാറ്റി. എന്നിട്ട് അതിനൊക്കെ എന്തിട്ട് കൊടുത്തു, ഒരു നമ്പർ ഇട്ട് കൊടുത്തു. ചിലപ്പോൾ ആദ്യം 1 ആവും പോവുക, ദെൻ 4 ആവും പോകുന്നത്, പിന്നെ 3 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും. അപ്പോൾ പിന്നെ അതിനെന്ത് ചെയ്യണം, 1 2 3 4 എന്ന് പറഞ്ഞ ഓർഡറിലേക്ക് എന്ത് ചെയ്യണം, മാറ്റേണ്ടി വരും. അപ്പോൾ ആ കാര്യം ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതും എന്താണ്, ഒരു ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഫംഗ്ഷനാണ്. പിന്നെ കണക്ഷൻ കൺട്രോളാണ്. കണക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള കണക്ഷൻ ഉണ്ട്. ഒന്ന് കണക്ഷൻ ലെസ്സും ഉണ്ട്, കണക്ഷൻ ഓറിയൻറ്റഡും ഉണ്ട്. കണക്ഷൻ ലെസ് ആണെന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആയിട്ടാണ്. കണക്ഷൻ ലെസ് ആണെങ്കിൽ ഒക്കെ ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആയിട്ടാണ്. കണക്ഷൻ ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡെസ്റ്റിനേഷൻ സൈഡ്
കണക്ഷൻ അത് എന്ത് ചെയ്യും, കണക്ഷൻ ഓൺ ദ ഡെസ്റ്റിനേഷൻ സൈഡ് ബിഫോർ ദ ഡെലിവറി എന്ത് ചെയ്യും, ഒരു കണക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം ആ ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷന് ശേഷം എന്ത് ചെയ്യും, ആ ഒരു കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. ദെൻ ഫ്ലോ കൺട്രോൾ ആണ്. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഒരു എൻഡ് ടു എൻഡ് നമ്മൾ ഫ്ലോ എന്താ പറയുക, നമ്മൾ അയച്ച മെസ്സേജ് കറക്റ്റായി പോയോ, ഒരു സിംഗിൾ ലിങ്കിലൂടെ പോയോ ഇല്ലയെന്നൊക്കെ ഉറപ്പ് വരുത്തുന്ന കാര്യമാണ് ഫ്ലോ കൺട്രോൾ. ദെൻ എറർ കൺട്രോളും എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ ഫംഗ്ഷൻ, ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ. അപ്പോൾ പോർട്ട് അഡ്രസ്സിങ് അല്ലെങ്കിൽ സർവീസ് പോയിന്റ് അഡ്രസ്സിങ് വരുന്നുണ്ട്. ദെൻ സെഗ്മെൻറ്റേഷൻ റീഅസംബ്ലി വരുന്നുണ്ട്. കണക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ കണക്ഷൻ ലെസ്സും കണക്ഷൻ ഓറിയൻറ്റഡും ഉണ്ട്. ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി അടുത്തതാണ് സെഷൻ ലെയർ. സെഷൻ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷസ്, മാനേജസ് ആൻഡ് ടെർമിനേറ്റ് കണക്ഷൻസ് ബിറ്റ്വീൻ അപ്ലിക്കേഷൻസ് നമ്മൾ കണക്ഷൻസ് ചെയ്യാണ്. അപ്പോൾ ഇതിലൊന്നാണ് ഡയലോഗ് കൺട്രോളും മറ്റൊന്ന് സിങ്ക്രണൈസേഷനും. ഡയലോഗ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സെഷൻ ലെയർ ആക്ട് ചെയ്യുന്ന ഒരു ഡയലോഗ് കൺട്രോളറായിട്ടാണ്. അതായത് ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ടു പ്രോസസ്, ഓർ we can say that it allows the communication between two processes which can be either half duplex or ഫുൾ ഡ്യൂപ്ലെക്സ്. അതായത് രണ്ട് പ്രോസസ്സുകൾ ആണല്ലോ, രണ്ട് പ്രോസസ്സുകളാണല്ലോ രണ്ട് എൻഡിലും ഉള്ളത് അല്ലേ. എ എന്ന് പറഞ്ഞ ആൾ ബിയിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് എ ഒരു പ്രോസസ്സാണ്, ബി ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ഡയലോഗ് കൺട്രോൾ ചെയ്യണം. അതായത് ഹാഫ് ഡ്യൂപ്ലെക്സ് ആണെങ്കിലും ഫുൾ ഡ്യൂപ്ലെക്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഡയലോഗ്, ആ ഒരു സെഷൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത്. സിങ്ക്രണൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെഷൻ ലെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ചെക്ക് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതൊരു ഓർഡറിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില എറർ ഇപ്പോൾ ഒരു മിഡിലൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ എന്തായത് നമുക്ക് ആ ചെക്ക് പോയിന്റ് വെച്ചിട്ട് അവിടെ മാത്രം എന്ത് ചെയ്താൽ മതി, റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ABCDE എന്ന് പറഞ്ഞതിൽ സിക്ക് മാത്രമാണ് പ്രശ്നം വന്നതെന്നുണ്ടെങ്കിൽ അത് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മളൊന്ന് റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി, റീകവർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്താൽ മതി ആ ഒരു ചെക്ക് പോയിന്റിൽ മാത്രം. ഇനി നെക്സ്റ്റ് ലെയറാണ് പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത്. പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്നത് എന്താണ്, പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്നത് സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ഓഫ് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. അതിലോ ഫസ്റ്റത്തെ റെസ്പോൺസിബിലിറ്റിയാണ് ട്രാൻസ്ലേഷൻ. അതായത് പല കമ്പ്യൂട്ടേഴ്സും പല എൻകോഡിങ് സ്കീംസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ലെയറാണ് ഈ പല എൻകോഡിങ് മെത്തേഡ്സിനെയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുന്നത്, രണ്ടും ഒരു കോമൺ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ. ഇനി എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ആണ്. നമ്മൾ അയക്കുന്ന മെസ്സേജ് എന്തായിരിക്കണം, വളരെ സെക്യൂർ ആയിരിക്കണം അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ലെയറാണ്. ദെൻ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ. കംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബിറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റൊക്കെ വരുമ്പോൾ അതിനൊന്ന് സൈസ് ചെറുതാക്കാൻ സഹായിക്കുന്നതും പ്രസൻറ്റേഷൻ ലെയറാണ്. ഇനി ഏഴാമത്തെ ലെയറാണ് അപ്ലിക്കേഷൻ ലെയർ. അപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറിന് ആക്സസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ആപ്ലിക്കേഷനാണ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുവഴിയാണ് യൂസറിന് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഒരു റിമോട്ട് യൂസറായിട്ട് ലോഗ് ഓൺ ചെയ്യാനൊക്കെ പറ്റുന്നത്. അതിൻ്റെ ഫസ്റ്റത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് FTAM, ഫയൽ ട്രാൻസ്ഫർ ആക്സസ് മാനേജ്മെൻറ്റ്. അറിയാമല്ലോ, ഫയൽസിനെ ആക്സസ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, മാനേജ് ചെയ്യാം. ദെൻ മെയിൽ സർവീസ് ആണ്, ഇമെയിൽ ഫോർവേഡിങ് ആൻഡ് സ്റ്റോറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡയറക്ടറി സർവീസ് ഉണ്ട്. ഇത് provides database sources to access information about various sources and objects. നമ്മൾ ഡയറക്ടറി സർവീസാണ്, ഏതൊക്കെയാണ് നമ്മുടെ ഫയൽസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ സോഴ്സസ് ആൻഡ് ഒബ്ജക്ട്സ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന ഒരു സർവീസാണ് ഡയറക്ടറി സർവീസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഏഴാമത്തെ ലെയറായുള്ള അപ്ലിക്കേഷൻ ലെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് essay ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് OSI ലെയറിൻ്റെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ 2-3 മാർക്കിനോ അല്ലെങ്കിൽ ചെറിയ മാർക്കിനോ ഒക്കെ ഓരോ ലെയറും നമ്മളോട് എടുത്ത് ചോദിക്കാറുണ്ട്.